ICC T20 വേൾഡ് കപ്പ് ഫെബ്രുവരി 7-ാം തീയതിയാണ് ആരംഭിക്കാനിരിക്കുന്നത്. അതായത് ഇനി 30 ദിവസം പോലും, ഒരു മാസം പോലും ബാക്കിയില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും എങ്ങനെയായിരിക്കും കളി പുരോഗമിക്കുക ഇതിനെപ്പറ്റിയൊന്നും ഒരു ഫിക്സ്ചറും ഇപ്പോഴും ആയിട്ടില്ല. ബിക്കോസ് ഓഫ് ബംഗ്ലാദേശ് ഇന്ത്യ, BCCയും ബംഗ്ലാദേശും തമ്മിലുള്ള ക്ലാഷ് ICCയിൽ എത്തിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് കളിക്കാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ICCക്ക് ഒരു കത്തയച്ചു. ICC അത് റിജക്റ്റ് ചെയ്തു. ഇന്നലെ വീണ്ടും ബംഗ്ലാദേശ് രണ്ടാമത്തെ കത്ത് ICCക്ക് അയച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ വന്ന് കളിക്കാൻ സാധിക്കില്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ളതും എല്ലാവർക്കും അറിയാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ IPL കളിക്കാനായി മുസ്തഫിസുർ റഹ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഇന്ത്യക്ക് കളിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കൊൽക്കത്ത മാനേജ്മെൻറ്റ് മുസ്തഫിസുർ റഹ്മാനെ പുറത്താക്കുന്നു. ഇതിന് റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് പോലെ റിട്ടാലിയേറ്റ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് IPLൻ്റെ സംപ്രേഷണം അവിടെ ബാൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്ലസ് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു. ICC അത് തള്ളുകയാണ് ചെയ്യുന്നത്. റീസൺ ഇത് പറയുന്നു, ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി റീസൺസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളുന്നത്. ഇനി എൻ്റെ ഒരു പോയിന്റ് ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് പോയിന്റ് തുടങ്ങിയത്? മുസ്തഫിസുർ റഹ്മാനെ ഇന്ത്യ പുറത്താക്കുന്നു. അതായത് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്, കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള സെക്യൂരിറ്റി ആയിരിക്കും ബംഗ്ലാദേശിന് കിട്ടുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടും അവരെ കൺസേൺ ചെയ്യുന്നൊരു ചോദ്യമല്ലേ. ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ഉള്ള ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അതിനുള്ള അധികാരം ബംഗ്ലാദേശിനുണ്ടല്ലോ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഏഷ്യ കപ്പ് നടന്നപ്പോഴത്തേക്ക് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയില്ലായിരുന്നു, ന്യൂട്രൽ വെന്യൂവിലേക്കാണ് മാറിയത്. ഇതുപോലെ പല ICC ഇവൻറ്റ്സ് വരുമ്പോഴത്തേക്കും പാകിസ്ഥാനിൽ വെച്ച് നടന്നിട്ടുള്ള കളികളെല്ലാം ഇന്ത്യ വേറെ വെന്യൂസ് ചോദിച്ചു ICC അത് അപ്രൂവൽ ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ബംഗ്ലാദേശ് ചോദിക്കുമ്പോൾ മാത്രം ICC ഇത്തരത്തിലുള്ള ഇത്? കാരണം പാകിസ്ഥാൻസ് സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്, ഇന്ത്യയിൽ സെക്യൂരിറ്റി റീസൺസ് ഇല്ല. കാരണം ഇന്ത്യയിൽ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടെന്ന് ഇന്ത്യ തന്നെ സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ മുസ്തഫിസുർ റഹ്മാനെ കളിപ്പിക്കാതെ ഇന്ത്യ പുറത്തു വിട്ടത്. അപ്പോൾ പിന്നെ ബംഗ്ലാദേശ് ആ കൺസേൺ ഇന്ത്യയോട് ചോദിക്കുമ്പോൾ, BCCയോട് ചോദിക്കുമ്പോൾ അതേ കൺസേൺ തന്നെ ICCയോട് ചോദിക്കുമ്പോൾ ICCക്ക് എന്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റുന്നില്ല? അതൊരു ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം BCCയുടെ കൺട്രോളിലാണ് കംപ്ലീറ്റ് എൻറ്റയർ ക്രിക്കറ്റ് ഇരിക്കുന്നത്. അവരുടെ തന്നെയാണ് ICCയുടെ ചെയർമാനും ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അമിത്ഷായുടെ മകനാണ് ICCയുടെ ചെയർമാൻ. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം അത്രയും വലിയൊരു BCC എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. കാരണം അത്രത്തോളം കാശ് BCCക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ICC കംപ്ലീറ്റ്ലി റൂൺ ചെയ്യുന്നത് തന്നെ നമ്മുടെ BCC ആണെന്ന് പറയുന്നതിൽ ഒരു കാരണവശാലും തെറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളും ഇത്തരത്തിലുള്ള ഇതെല്ലാം ഒരു സ്പോർട്ട് ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു കളികളെ കൊല്ലാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനും അതിൻ്റെ ബ്യൂട്ടിയെ നശിപ്പിക്കാനും മാത്രമേ അതിന് കാരണമാകൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഡിഫറൻ്റ് ആയിരിക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബംഗ്ലാദേശ് അവരുടെ കൺസേൺ പറഞ്ഞ് ശ്രീലങ്കയിൽ ഓൾറെഡി വെന്യൂ ഉണ്ടല്ലോ, ശ്രീലങ്കയിലേക്ക് മാറ്റുന്നതിൽ എന്താണ് പ്രശ്നം? കുറച്ച് എമൗണ്ട് നഷ്ടം, അത് BCCയുടെ ഒരു രോമത്തിന് പറ്റാൻ പോലുള്ള ഒരു എമൗണ്ട് അല്ല. ഒരു 40 crores നഷ്ടം വരിക എന്ന് പറയുന്നത് അത് BCC കൊണ്ട് ഈസി ആയിട്ട് മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതിനാണ് ICC കടന്ന് കടുംപിടുത്തം പിടിക്കുന്നത്, BCC കടന്ന് കടുംപിടുത്തം പിടിക്കുന്നത്. സോ ബംഗ്ലാദേശിൻ്റെ ആവശ്യം ന്യായമാണ്. അവർക്ക് ഫീലിംഗ് കംഫർട്ടബിൾ ആവുന്നില്ല, അവർക്ക് ഇന്ത്യക്ക് കളിക്കാനുള്ള സെക്യൂരിറ്റി കിട്ടുമെന്ന് അവർക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഇതിനെ കൺസിഡർ തന്നെ ചെയ്യണം. കാരണം ഇന്ത്യ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ പറയുന്ന റിക്വസ്റ്റുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. സോ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൻ്റെ റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു എന്നായിരുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും രണ്ടാമത്തെ ലെറ്ററും അയച്ചിട്ടുണ്ട്. എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ബംഗ്ലാദേശിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ്. ബംഗ്ലാദേശ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് കളിക്കാൻ വരില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആക്ഷനിലാണ് നിൽക്കുന്നത്. ഇതിന് പഴയ ബംഗ്ലാദേശിൻ്റെ ക്യാപ്റ്റൻ തന്നെ തമീം ഇക്ബാൽ തന്നെ അദ്ദേഹം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ICC ആയിട്ട് ഇത്തരത്തിലുള്ള കടുംപിടുത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് ഇവൻറ്റിനെ മാത്രം, നമ്മുടെ ക്രിക്കറ്റിനെ ആയിരിക്കും അത് ബാധിക്കുക എന്നുള്ളതും തമീം ഇക്ബാൽ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ICC പോലുള്ളൊരു അല്ലെങ്കിൽ BCC പോലുള്ള ഇതുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷിയോ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഇതല്ല BCB എന്ന് പറയുന്നത്, അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺസേൺ കറക്റ്റാണ്. പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, അവർ ഉന്നയിച്ച കാര്യം വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബട്ട് അത് ICC പരിഗണിക്കുന്നില്ല എന്നുള്ളതെന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം ഞാൻ വീണ്ടും പറയുന്നു ഡിഫറെൻ്റ് ആയിരിക്കാം. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അടുത്ത വിത്തിൻ 1 or 2 days എന്തായാലും മിക്കവാറും മൺഡേ ആയിരിക്കും ICC ഇനിയിപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും രണ്ടാമത്തെ ലെറ്ററിലും. അതിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും
ഇല്ല. എന്തായാലും വേൾഡ് കപ്പ് നടന്നേ പറ്റൂ. വേൾഡ് കപ്പ് നടക്കുക തന്നെ ചെയ്യും. എന്തായാലും ലെസ് ദാൻ 30 ഡേയ്സ് ആണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.